നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന ഒരു റെസിപ്പിയല്ലേ പാൻ കേക്ക്. അപ്പോൾ അത് നമുക്ക് മാംഗോ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് കുട്ടികൾക്ക് രാവിലെ ടിഫിൻ ബോക്സ് കൊടുക്കാനൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടു വെക്കാൻ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എന്നും പറയുന്ന പോലെ ഒരു ഹേർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവ നന്നായിട്ട് തന്നെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. നല്ല മധുരമുള്ള ഇതിൻ്റെ പേര് ബംഗലപ്പള്ളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു മാങ്ങയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങയായത് ഇതിൻ്റെ ഫ്ലേവർ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാങ്ങയാണോ ഇഷ്ടം ആ മാങ്ങ എടുക്കുക. കൂടുതൽ നാരുള്ള മാങ്ങ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് 1 കപ്പോളം എടുക്കാം കേട്ടോ. കട്ട് ചെയ്ത മാങ്ങ 1 കപ്പ് വേണ്ടി വരില്ല, 1/4 കപ്പൊക്കെ മതിയാവും. അപ്പം അത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇന്നെന്താണെന്നറിയില്ല, ഒക്കെ നിലത്തോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/3 കപ്പ് പഞ്ചസാരയും, അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കുക. ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. മധുരം നിങ്ങളുടെ മാങ്ങയുടെയൊക്കെ മധുരത്തിനനുസരിച്ചിരിക്കും കേട്ടോ, അത് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫൈൻ പേസ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് ഈ ഒരു ടൈം ചേർക്കാൻ വിട്ടുപോയി, അപ്പോൾ ഞാനത് പിന്നീടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആ ഒരു മാങ്ങേൻ്റെ കട്ടകളൊന്നും വരാത്ത രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയുന്ന രീതിയിൽ തന്നെ അരച്ചെടുക്കുക. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മൈദൻ്റെ കൂട്ടിലേക്ക് ഇത് എന്താ പറയുക, ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള എന്താ പറയുക ജ്യൂസല്ലേ, അപ്പോൾ അത് അതിൽ നോക്കി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ കട്ടിയാവരുത്, അതുപോലെ തന്നെ കൂടുതൽ നേർത്തും വരരുത്. അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതേ ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു ഉപ്പ് മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യെല്ലോ കളർ ഇട്ട് കൊടുക്കുക. നമുക്ക് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തത് മാത്രമേ ഉള്ളൂ, ഒരു തുള്ളി. കാരണം നമ്മളെ മാങ്ങ ഓൾറെഡി കളറുണ്ട്. അഥവാ ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ഒരു നുള്ള് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പും ഒരു നുള്ളു മാത്രം മതി. ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ടി വരില്ല, അതിലും കുറച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ ജ്യൂസൊക്കെ ഞാൻ നോക്കി അങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത് 1 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാങ്ങ വേണ്ടി വരില്ല, 1/4 കപ്പൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കൊരു ചെറിയൊരു പാൻ വെച്ച് കൊടുക്കുക. അതിൽ ബട്ടറോ ഗീയോ ആക്കിയിട്ട് ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു പകുതിയോളം ഒരു സ്പൂണിൽ പകുതിയോളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം അതെല്ലാം മിനി പാൻ കേക്ക് ആക്കൂല നമ്മൾ ചെറുതായിട്ട് ചെറിയതായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ബബിൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി പാൻ കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു അടുപ്പിൻ്റെ ഫ്ലെയിം നല്ല കുറച്ച് കൂടുതൽ സ്ട്രോങ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു പാന് അപ്പുറത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാൻ കേക്ക് കണ്ടില്ലേ, നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള നല്ല എന്താ പറയുക നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു മാങ്ങൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി ചുട്ടെടുക്കാം. ആ ടൈമിലാണ് എനിക്ക് ഓർമ്മ വന്നേ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചെന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു മാങ്ങയൊക്കെ അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തായാലും വാനില എസൻസ് ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ആ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. ഇനി ഞാൻ രണ്ടാമത്തെ പാൻ കേക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാൻ കേക്കിൻ്റെ ഇത് നമ്മൾ മാംഗോൻ്റെ ഫ്ലേവർ വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന അടിപൊളിയായിട്ടുള്ള പാൻ കേക്ക്സിൻ്റെ റെസിപ്പി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണ്ടവർ കണ്ടു നോക്കിക്കോ. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി അല്ലേ. പെട്ടെന്ന് തന്നെ ആർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഞാൻ മൂന്നാമത്തെ പാൻ കേക്കും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ല കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ, ഉള്ള പാവാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്ട്രോബെറിൻ്റെ സിറപ്പാണ്. മാംഗോൻ്റെ കൂടെ സ്ട്രോബെറിൻ്റെ സിറപ്പാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷേ കഴിക്കുന്ന സമയത്ത് ചോക്ലേറ്റ് സിറപ്പും കൂടി കൂട്ടിയിട്ട് കുട്ടികൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ആകുമ്പം നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ന് പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ എൻ്റെ മുന്നേയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.